എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഇപ്പോൾ വളരെ വിഷമത്തോടുകൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് മൂന്നാമത്തെ വർഷമാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ വർഷത്തിൽ ഇപ്പോൾ മാർച്ച് രണ്ടാഴ്ചയായിട്ട് ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ എറണാകുളത്തുള്ള പനമ്പള്ളി നഗറിൽ ഒരു ചേട്ടൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് ആളുടെ തലയൊട്ടി പുറത്ത് കണ്ടു എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര വിഷയം നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിരുന്നു, ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായി, എന്താണ് വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിരുന്നു, ഡോക്ടറായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ എന്താ പറയുക, ഈ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഈ മെഡിക്കൽ ടെസ്റ്റ് നമ്മൾ പ്രോപ്പറായി എടുത്തിട്ട് ആ ടെസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിച്ച് എല്ലാ കാര്യങ്ങളും നോർമലായാൽ മാത്രമാണ് നമ്മളത് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അനുഭവത്തിലുണ്ട്, നമ്മൾ കൂടെ ചെയ്യാൻ പോയിട്ട് ഒരു സുഹൃത്തിൻ്റെ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തു, ഫോട്ടോസ് അയച്ചു കൊടുത്ത് ടെസ്റ്റ് ചെയ്തു, ഒക്കെ നോർമലാണ്. ആ നോർമലായിട്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി അവിടെ എത്തി മുടി ട്രിം ചെയ്തു. മുടി ട്രിം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ട്. അപ്പോൾ നമ്മളിത് മുടി ട്രിം ചെയ്യുമ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ മൊത്തം ഇൻഫെക്ഷനാവും. അപ്പം അതുകൊണ്ട് അന്ന് അവിടെ നിന്ന് ചെയ്യാണ്ട് നമ്മൾ പോകുന്നു. അത് മാറി മരുന്ന് കഴിച്ചിട്ട് അപ്പോൾ ഈ കൂട്ടുകാരൻ ബാക്കി എന്തെങ്കിലും മരുന്ന് കഴിക്കണമെന്നുണ്ടോ അല്ലെങ്കിൽ ഗുളിക ഓയിൻമെൻറ്റ് പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ ഡോക്ടർ. അപ്പോൾ ഇത് നിസാര കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് ആളത് പറഞ്ഞില്ല. പക്ഷെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരു മിനിറ്റ്, ഭയങ്കര വണ്ടികളെ ചെല്ലും. ട്രാൻസ്പ്ലാന്റ് അപ്പൊ ഈ ഫോണിലത്തെ മെമ്മറി കഴിഞ്ഞു പോയി. അപ്പൊ ഞാൻ ഇപ്പൊ വീട്ടിൽ വന്നിട്ടാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ പുള്ളിക്ക് ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവും. അപ്പൊ ഡോക്ടറോട് ആൾ പറഞ്ഞില്ല, അത് നിസ്സാര സംഭവം എന്ന് വിചാരിച്ചിട്ട് പറയാണ്ട് ആള് അത് മറച്ചു വെച്ചു. അങ്ങനെയാണ് അത് ഉണ്ടായത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ തിരിച്ചയച്ച് ഇനി വേറെ ഡോക്ടറെ കണ്ടിട്ട് അത് മാറിയതിന് ശേഷം ഒന്നാമതിനോട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇത് പറഞ്ഞു വരണമെന്ന് വെച്ചാൽ നമ്മള് ടെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ലിവർ, കിഡ്നി, ലിവർ ഫംഗ്ഷൻ, ബ്ലഡ് ക്ലോട്ടിങ്, തൈറോയിഡ്, എങ്ങനെയുള്ള ഓരോ ഇതുകളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നോർമൽ ആയാലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളത്. അതുപോലെ ഷുഗർ, പ്രഷർ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇത് ചാൻസ് വരാൻ കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ഷുഗർ ഹൈ ലെവലില് കയറും. നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഷുഗർ കയറാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇത് സംഭവിച്ചതെന്ന് പറയണത്. ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാലേ, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കുകൾ പൊട്ടിമുളച്ചിട്ടുണ്ട്. അപ്പൊ ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ആൾക്കാർ അത് കാണുമ്പോ ഒക്കെ അങ്ങോട്ട് ചാടിപ്പോവും. അപ്പൊ അവർക്ക് എന്ന് പറയുമ്പോ നമ്മളവിടെ ചെയ്യണത് പെർ ഗ്രാഫ്റ്റ് 10 രൂപയാണ്. അപ്പൊ ഈ 10 രൂപയ്ക്ക് ഒരുപാട് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ അങ്ങോട്ട് അടിച്ചു കയറി പോകുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഈ സംഭവങ്ങളൊക്കെ തുറന്നിട്ടും മുന്നുള്ള ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കുകൾ 15, 14, 20 രൂപയൊക്കെ വെച്ച് മേടിക്കുമ്പോ സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോകും. അപ്പൊ അവർക്ക് അതിൻ്റെതായ ഒരു കണ്ണുകടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. ഇവിടെ കാര്യമായിട്ട് റിസൾട്ടും കിട്ടുന്നില്ല. 1 ലക്ഷത്തോളം രൂപ മുടക്കി ആൾക്കാരെ ഇതൊക്കെ ചെയ്തിട്ട് റിസൾട്ടും കിട്ടുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സംഭവം ഉണ്ടാവുമ്പോ ഇവര് പറയണ 10 രൂപ 10 രൂപയ്ക്ക് ഇപ്പൊ മെയിനായിട്ട് ഇവർ ഹൈലൈറ്റ് ചെയ്ത് പറയണ കാര്യം എന്താ വെച്ചാൽ 10 രൂപയ്ക്ക് പോയി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, 10 രൂപയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇവിടൊക്കെ സംഭവിക്കണത് ഈ 10 രൂപയ്ക്ക് ചെയ്തിട്ടുള്ളതല്ല. എറണാകുളത്ത് ഇതിന് മുന്നും ഇതിന് ഒരു 1 ഇയർ മുന്നാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ തലയിൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്ക് അടച്ചു പൂട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കില് വേറൊരു പുള്ളിക്കാരെ കേസ് കൊടുത്തിട്ട്, എന്തോ പേര് ഞാൻ പറയണില്ല, ഒരു നമ്മുടെ ഇന്ത്യയിൽ പഴയ ഫാസ്റ്റ് ബോളർ പേരുള്ള ഡോക്ടറൊക്കെയാണ്. ആളെ പേരിൽ വേറെ കേസ് കൊടുത്ത് അങ്ങനെ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇവര് ഈ 10 രൂപ 10 രൂപ എന്ന് പറയുമ്പോ ഇവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഭയങ്കര പ്രീമിയം സംഭവങ്ങളാണ്. വലിയ വലിയ കാശ് മാത്രം ചെയ്താൽ മതി, സാധാരണക്കാർ ചെയ്യണമെന്നുള്ള ലെവലാണ്. അത്രയും കാശ് കൊടുത്തിട്ട് അത്രയും കാശ് ചെയ്താൽ മതി. അപ്പൊ സാധാരണക്കാർ ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ 10 രൂപ 10 രൂപ എന്ന് പറഞ്ഞിട്ട് മുക്കി പിടിക്കുന്നത്, ഈ 10 രൂപയ്ക്കാണെങ്കിലും നമ്മൾ ചെയ്യണ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോ പല ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കുക, പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കുക, ചെയ്ത ആൾക്കാരോട് ചോദിക്കുക എന്നൊക്കെ ചോദിക്കുക. അപ്പൊ ഞാൻ ഇതേവരെ ഇപ്പൊ 3 വർഷമായിട്ട് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തു. എനിക്ക് ഇതുവരെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ ചെയ്തു. പിന്നെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ജനറ്റിക് ആയിട്ട് നമുക്ക് കിട്ടുന്ന മുടിയുടെ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എത്ര മുടി ചെയ്യണമെന്നുള്ള നമുക്ക് ബാക്കിൽ നിന്ന് എത്ര മുടി എടുക്കാൻ പറ്റും എന്നുള്ളത് കൂടിയിട്ടാണ് നമുക്ക് നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ വരെ പോയിട്ടുള്ള ആൾക്കാർക്ക് 4000 ഗ്രാഫ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 4000 ഗ്രാഫ്റ്റ് അവർക്ക് ചെയ്യാനില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ പകുതി വരെ ചെയ്തിട്ട് ബാക്കി നമ്മള് താടിയിൽ നിന്നും അവിടെ നിന്നൊക്കെ വന്നിട്ട് റിസൾട്ട് ചെയ്തിട്ട് പിടിപ്പിച്ചിട്ട് നമ്മൾ അങ്ങനെ റിസൾട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യാം.
അപ്പൊ ഇതില് ഒരുപാട് കാര്യങ്ങളുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇതില് തലകുത്തി പറയാനൊന്നും ഇല്ല. നമുക്ക് നമ്മുടെ ഈ ബാക്കിൽ എടുത്തിട്ട് ഇവിടെ ഫിക്സ് ചെയ്യണം, അതായത് പ്ലാന്റ് ചെയ്യണം. ഇതാണ് ഇതിൽ ഉണ്ടാവുന്ന സംഭവം. ഇത് പല രീതിയിലും ആൾക്കാരെ ഇതാക്കിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ടെൻഷൻ എടുപ്പിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ ചെയ്യണ ഹൈജീനിക് ആണോന്നും ആ ചെയ്യണതില് എന്താ പറയാ സുതാര്യത ഉണ്ടോന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പൊ ഞാൻ ചെയ്യണേക്കാൾ ഒരു വർഷം മുന്നേ മേലേക്ക് ആയിട്ടുണ്ടായിരുന്നു അവിടെ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്ക് തുടങ്ങിയിട്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് 3 വർഷമായി. എത്ര ആൾക്കാർ ചെയ്തു, ഇപ്പോൾ ആൾക്കാർ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ മലയാളികളാണ് അവിടെ പോകുന്നത്. അപ്പൊ നമ്മൾ മലയാളികൾ പോണതിന്റെ ഒരു ഇതാണ് ഇവിടെയുള്ള ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കുകാർക്ക് കണ്ണുകടി അല്ല, ബിസിനസ് പരമായി നോക്കുകയാണെങ്കിൽ വെച്ചാൽ അവർക്ക് അത് ഇവിടെ അവരുടെ ഇത് മുഴുവൻ ഇങ്ങോട്ട് എടുക്കണം എന്നുള്ള രീതിയിൽ. ഞാൻ കേസ് ഇവിടെ അവരൊരിക്കലും സമ്മതിക്കില്ല, അസോസിയേഷൻകാരെ സമ്മതിക്കില്ല, അങ്ങനെയുള്ളൊരു മൈൻഡാണ്. അപ്പൊ നിങ്ങള് ഇത് ചിന്തിക്കുക, ഈ സംഭവത്തില് നമ്മള് ഫുൾ ആരോഗ്യമുള്ള ആളാണോ, നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ടോ നമ്മൾ ആദ്യം മനസ്സിലാക്കാം, നമ്മൾ ടെസ്റ്റ് ചെയ്യാം. ഇപ്പൊ അത് മാത്രമല്ല, നമുക്കിപ്പോ ഒരു 30 അല്ലെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബോഡി എന്റെ ഫുൾ ഫിറ്റ് ഒന്നല്ല, ഫിറ്റ് ആണോ നോക്കുക. നമ്മള് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ലിവർ, അങ്ങനെ കിഡ്നി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഫങ്ഷൻസ് ഒക്കെ കറക്റ്റ് ആണോ നോക്കുക. പിന്നെ നമുക്ക് ബാഡ് ഹാബിറ്റുകൾ അതൊക്കെ ഒന്ന് കുറയ്ക്കുക. ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഫുള്ള് ഫിറ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പല കാര്യങ്ങളും ഉണ്ട് അതില്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഫിറ്റ് അല്ലെങ്കിൽ നമ്മളത് മാറ്റി എടുത്തിട്ട് വേണം അത് ചെയ്യാൻ. ഓടിപ്പോയിട്ട് ഇപ്പൊ ഞങ്ങളുടെ അവിടെ ഒരു ഇത് പറയും, വെള്ളപ്പങ്ങാടിയിൽ പോയിട്ട് വെള്ളപ്പണ്ണ ടിം 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 ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല. ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറെ പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ പറയാൻ. നല്ല നോക്കിയാൽ നല്ലത് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ എന്താ പറയാ ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ HNS-ലാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് 3 വർഷമായി. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ ചെയ്യാനുള്ള സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. അല്ലെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്പറിൽ ബന്ധപ്പെടുക. ധൈര്യമായിട്ട് പോകാൻ, ധൈര്യമായിട്ട് ചെയ്യാം. അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.